ഡോക്ടർ ബിന്ദു, എനിക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ സ്റ്റുഡൻസിനെ ഫോക്കസ് ചെയ്താണല്ലോ ഇത്. അപ്പം എൻ്റെ ഒരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം യു കെയിലേക്കൊക്കെ ഒരുപാട് മൈഗ്രേറ്റ് ചെയ്യുന്ന ഫാമിലീസ് ഉണ്ടല്ലോ. അപ്പൊ അവരുടെയൊക്കെ പിള്ളേർക്ക് നമ്മളിപ്പോ ഫോർ എക്സാമ്പിൾ അവരൊരു 10th കഴിഞ്ഞാൽ വരണേന്ന് വിചാരിക്കും, ഒരു ഏജ് ഓഫ് 16. അപ്പൊ ഇവിടുത്തെ SSLC കഴിഞ്ഞു. അപ്പൊ അവിടെ പിന്നെ എന്താ അതിന്റെ ഈക്വലൻസി എക്സാംസോ അല്ലെങ്കിൽ അതിന്റെ ആ പിള്ളേർക്ക് പിന്നീട് എന്താ അവർക്ക്? അപ്പോൾ ഏജ് വെച്ച് നോക്കുമ്പോൾ അവരിപ്പോൾ 15 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ചില സ്കൂൾസിൽ ഒക്കെ ഡേറ്റ് ഓഫ് ബർത്ത് നോക്കിയിട്ട് അത് പറയുന്നത്. ചില സ്കൂൾസിൽ പറയും ഒന്നും കൂടി അവിടുത്തെ GCSE എഴുതാൻ പറയും. കാരണം 11ാം ക്ലാസ്സിലാണ് അവിടെ GCSE വരുന്നത്. അത് 16 വയസ്സിൽ. 16 വയസ്സ് കഴിഞ്ഞാൽ ചില സ്കൂൾസിൽ അവർ പറയും UK നാരിക്കിൻ്റെ ഇക്വലൻസി സർട്ടിഫിക്കറ്റ് എടുക്കാൻ പറയും. അപ്പോൾ UK നാരിക്കിൻ്റെ ഇക്വലൻസി സർട്ടിഫിക്കറ്റ് എടുക്കുമ്പോൾ പലപ്പോഴും കണ്ടുവരുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, പലപ്പോഴും മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്ന സമയത്ത് ഇംഗ്ലീഷും മാത്സും UK ലെവലായിട്ട് വരുന്ന കമ്പാരിസൺ കൊടുക്കാറില്ല. അപ്പോൾ അവർ ഒരു ഫൗണ്ടേഷൻ ലെവൽ 1, 2 ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് പാസ്സല്ല, മിനിമം 4 വേണം പാസ്സാവണം. ഇപ്പോൾ UK ലെവലായിട്ട് ഒന്ന് കമ്പയർ ചെയ്യണം UK നാരിക്ക് വഴി. അപ്പോൾ അതിനുശേഷം പല സ്കൂൾസും പറയും നിങ്ങൾ ഒന്നും കൂടി GCSE എഴുതണമെന്ന് പറയും. അപ്പോൾ പല ഓപ്ഷൻസ് ഉള്ളത്. ഒന്നുകിൽ GCSE അവർക്ക് ഒന്നുകൂടി എഴുതാം. അപ്പോൾ അവർക്ക് എല്ലാ സബ്ജക്ട്സും എഴുതി അപ്പോൾ UK ക്വാളിഫിക്കേഷൻസ് കിട്ടി, UK ക്വാളിഫിക്കേഷൻ കിട്ടി. അല്ലെങ്കിൽ UK നാരിക്കായിട്ട് ഇത് അവർക്ക് കമ്പയർ ചെയ്യാം. UK നാരിക്ക് അപ്പോൾ അവർ പറഞ്ഞ സബ്ജക്ട്സ് മാത്രം എഴുതിയാൽ മതി. അപ്പോൾ പലപ്പോഴും ഇംഗ്ലീഷ് മാത്സ് മാത്രമാണ് എഴുതേണ്ടി വരാറ്. സയൻസും മറ്റുള്ള സബ്ജക്ട്സ് ഒക്കെ ഓക്കെ ആയിരിക്കും. പിന്നെ അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നേരിട്ട് ഡയറക്റ്റ് എൻട്രി കൊടുക്കും. ഇപ്പോൾ പ്രത്യേകിച്ച് ചില കുട്ടികൾക്ക് IGSE സിലബസ് കഴിഞ്ഞ് വരാറുണ്ട്. IGCSEയും CBSEക്കും വലിയ കാര്യമായിട്ടത് ബാധിക്കാറില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്തും അവർക്ക് സ്കൂൾസ് അഡ്മിഷൻ കൊടുക്കാറുണ്ട്. ഇക്വലൻസ് സർട്ടിഫിക്കറ്റ് ആയാലും ഓക്കെ ആയിരിക്കും. അവർക്കപ്പോൾ A ലെവലിന് അഡ്മിഷൻ കൊടുക്കും. അപ്പോൾ ഇനി ഇങ്ങനെയൊന്നും ഇല്ല, മാർക്ക് കുറവാണെങ്കിൽ അവർക്ക് ഒരു ബ്രിഡ്ജിങ് കോഴ്സുണ്ട്. യൂണിവേഴ്സിറ്റീസായിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻ്റർനാഷണൽ ഡിപ്ലോമ കോഴ്സുകളുണ്ട്. HNC പോലത്തെ കോഴ്സുകളുണ്ട്, HND കോഴ്സുകളുണ്ട്. പിന്നെ പല ഓപ്പൺ യൂണിവേഴ്സിറ്റി കോഴ്സുകൾക്കും അവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓപ്ഷൻസ് പലതും ഉണ്ട്. പക്ഷേ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന കരിയർ പാത്തിലോട്ട് എത്താനായിട്ട് ചിലപ്പോൾ ഫ്യൂ ഇയേഴ്സ് കൂടുതൽ എടുക്കുന്നത് വരും. പക്ഷെ അത് എൻഡ് ഓഫ് ദ വേൾഡ് അല്ല. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന, ഫോർ എക്സാമ്പിൾ, ഇഫ് യു വാണ്ട് ടു ബിക്കം എൻ എഞ്ചിനീയർ, യു ക്യാൻ ബിക്കം എൻ എഞ്ചിനീയർ, ബട്ട് ഇൻസ്റ്റെഡ് ഓഫ് ടേക്കിംഗ് 4 years, യു ടേക്ക് 5 or 6 years. പക്ഷേ നമ്മുടെ ഉദ്ദേശത്തിൽ അപ്പോൾ നമുക്ക് BTech കോഴ്സിൽ നമുക്ക് ജോയിൻ ചെയ്യാന്നുള്ളത് T ലെവൽസ് ഉണ്ട്. BTech എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ BTech അല്ല കേട്ടോ. അത് ബിസിനസ് ആൻഡ് എഡ്യൂക്കേഷൻ ടെക്നോളജി എഡ്യൂക്കേഷൻ കൗൺസിലിൻ്റെ ഒരു അവാർഡാണ്. അത് നമുക്ക് ചെയ്യാന്നുള്ള വൊക്കേഷണൽ ബേസ്ഡ് കോഴ്സാണ്. അപ്പോൾ അത് ചെയ്യാന്നുള്ളൂ. അപ്പോൾ ഫൗണ്ടേഷൻ ലെവലിലുള്ള കോഴ്സിലുള്ള കുട്ടികൾക്ക്, ലോവർ സെറ്റിലുള്ള കുട്ടികളുടെ ഒരു ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത് അവർക്ക് പല ട്രഡീഷണൽ കോഴ്സുകൾക്ക് പോകാനായിട്ട് പറ്റത്തില്ല. ഇപ്പോൾ കാരണം അവർക്ക് ഗ്രേഡ്, ഇപ്പോൾ ബയോളജിക്ക് ഫൗണ്ടേഷൻ ആണെന്നിരിക്കട്ടെ, അവർ ഹയർ ലെവലിൽ പഠിച്ചിട്ടില്ല, കോംപ്ലക്സ് ലെവലിലുള്ള കാര്യങ്ങൾ പഠിച്ചിട്ടില്ല. അപ്പോൾ അവർ ഫോർ എക്സാമ്പിൾ അവർക്ക് ഡോക്ടർ ആവണമെങ്കിൽ അവിടെ പറ്റത്തില്ല. അപ്പോൾ അവർക്ക് പ്രത്യേകിച്ച് വളരെ കോമ്പറ്റീവ് കോഴ്സുകൾക്ക് അത് ലിമിറ്റേഷൻസ് ഉള്ളൂ. ഇപ്പോൾ മെഡിസിൻ, ഡെൻറ്റിസ്ട്രി പോലത്തെ കോഴ്സുകൾക്ക് അത് ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ അവർ എന്താ ചെയ്യുന്നത് വെച്ചാൽ BTech എടുക്കുക. BTech എടുത്തിട്ട് അതൊന്ന് ടോപ്പ് ചെയ്യാൻ പറ്റും. അവർക്ക് കുട്ടികൾ പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികളാണ്, ഹാർഡ് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികളാണെങ്കിൽ അത് ടോപ്പപ്പ് ചെയ്തിട്ട് അവർക്ക് അവർ ഉദ്ദേശിക്കുന്ന കോഴ്സുകളിലോട്ട് പോകാൻ പറ്റുന്നതാണ്. എഗെയിൻ UK എന്ന് പറഞ്ഞാൽ ഏത് കോഴ്സുകൾ എടുത്തുകൊണ്ട് അവരുടെ എൻഡ് ഓഫ് ദ ലൈഫ് അല്ല. അവർക്ക് അത് എല്ലാ ഡെവലപ്ഡ് കൺട്രീസിലും അങ്ങനെയാണ്. ഒരു പാരലൽ റൂട്ട് ഉണ്ട്. പക്ഷേ അതിനുള്ള സമയം കുറച്ച് 1-2 വർഷം കൂടുതൽ എടുക്കുന്നു മാത്രം, അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാത്തിനും റൂട്ടുണ്ട്. അപ്പോൾ കുട്ടികളെ ഒരിക്കലും മൈഗ്രേറ്റ് ചെയ്ത അവസാനം അവർക്കുടെ ഫോൾട്ട് അല്ലല്ലോ. അപ്പോൾ അവർക്കുടെ ഒരു ഇതും കൊണ്ട് നമ്മൾ ചിന്തിക്കണം. കാരണം എൻറ്റയർലി ഒരു ഡിഫറെൻറ്റ് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ തന്നെ വന്നിട്ട് അവർ ഇവിടെ കുറച്ചും കൂടി ഒരു റോഡ് ലേണിങ്ങിലാണ്, അവിടെ ക്രിട്ടിക്കൽ തിങ്കിങ്ങും ഒരു അനലിറ്റിക്കലാണ്, ഇൻ്റർപ്രിട്ടേഷൻ സ്കിൽസൊക്കെ കുറച്ചും കൂടി കൂടുതൽ വേണ്ട സിസ്റ്റത്തിലാണ്. കുട്ടികൾക്ക് എല്ലാം ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ വരുന്ന സമയത്ത് കുട്ടികൾ കുറച്ച് ബുദ്ധിമുട്ടും. അപ്പോൾ കുട്ടികളെ ഒരു പോസിറ്റീവായിട്ട് എൻകറേജ് ചെയ്യൽ മാത്രമാണ് ഇവിടെ ലക്ഷ്യം ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, പാരൻസ് എത്രമാത്രം കൺസേൺഡ് ആണോ അതിലേറെ കൺസേൺഡ് ആണ് കുട്ടികൾ. നമ്മൾ കുട്ടികളുടെ അവസ്ഥയിലൊന്ന് ചിന്തിച്ച് നോക്കി. നേരത്തെ പറഞ്ഞ പോലെ ഒരു എൻറ്റയർലി ഡിഫറെൻറ്റ് അറ്റ്മോസ്ഫിയറിൽ നിന്ന് വന്നിട്ട് പുതിയ കൂട്ടുകാർ, പുതിയ എഡ്യൂക്കേഷൻ സിസ്റ്റം, പുതിയ എഡ്യൂക്കേഷണൽ കണ്ടൻറ്റ്, പുതിയ എക്സാം രീതികൾ, ഇതെല്ലാം അവർക്ക് പെട്ടെന്ന് അഡാപ്റ്റഡ് ആവണ്ടേ. അപ്പോൾ നമുക്ക് പുറത്തുനിന്ന് പറയുമ്പോൾ നമുക്ക് എളുപ്പമാണ്. പക്ഷെ കുട്ടികളെ നമ്മൾ ഇതിനു വേണ്ടി പ്രാപ്തരാക്കലാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കടമ എന്ന് പറയുന്നത്. കുട്ടികളെ തല്ലി പഴിപ്പിക്കലല്ല ചെയ്യേണ്ടത്. കുട്ടികളെ പോസിറ്റീവ്ലി മോട്ടിവേറ്റ് ചെയ്ത് അവർക്ക് വേണ്ട സപ്പോർട്ടുകൾ എന്താണോ വേണ്ടത്, പുറത്ത് ചിലപ്പോൾ അവർക്ക് ഒരുപക്ഷെ ഒരു എക്സ്ട്രാ ട്യൂഷനായിരിക്കും വേണ്ടത്,
അവർക്ക് ആ സബ്ജക്ട്സിന് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കോച്ചിങ് ആയിരിക്കും വേണ്ടത്. എന്താണ് സബ്ജക്ട്സിന് റിക്കമെൻഡ് നോക്കിയിട്ട് അതിനുള്ള ആ സപ്പോർട്ട് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ കുട്ടികളുടെ അക്കാഡമിക്കായിട്ട് ബന്ധപ്പെട്ട എന്ത് കാര്യത്തിനും നമ്മളെ ബന്ധപ്പെടാമെന്നാണ് നമ്മൾ ഇയർ 1 മുതൽ ഇയർ 13 വരെയുള്ള എല്ലാ കുട്ടികളുടെ അക്കാഡമിക് റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യുന്ന രീതിയിലാണ് കരിക്കുലം തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാ ആവശ്യങ്ങൾക്കും നമ്മളെ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ താങ്ക് യു ഡോക്ടർ ബിൻഡോ ഫോർ ദ വാല്യുബിൾ ഇൻഫർമേഷൻ. അപ്പോൾ കൂടുതൽ ഇൻഫർമേഷൻസിന് നിങ്ങൾ ഡോക്ടർ സൈമൺസ് അക്കാദമിയിലെ അഡ്മിഷൻ ടീമിലെ കോൺടാക്ട് ചെയ്യുക. താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. താങ്ക് യു.